ഹായ് ഡിയേഴ്സ്, SRJ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഹാൻഡ് എംബ്രോയിഡറി, ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് പിക്ചേഴ്സ് ആവശ്യമായിട്ടുണ്ട് അല്ലെ, ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് പ്രിന്റ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് ഫോണിൽ ഒരുപാട് പിക്ചേഴ്സ് പിൻട്രസ്റ്റിലായാലും ഗൂഗിളിലായാലും ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പൊ ഈ ഫോണിലുള്ള പിക്ചേഴ്സിന് നമുക്ക് ഒരു തുണിയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, എങ്ങനെ മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. പേപ്പർ കോപ്പി ട്രേസർ എന്നുള്ള ആപ്പ് വഴി നിങ്ങൾക്ക് എത്ര പിക്ചേഴ്സ് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും, അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലെ. നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് പേപ്പർ കോപ്പി ട്രേസർ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഈ ഒരു എംബ്ലം അത് വരും. അപ്പൊ പേപ്പർ കോപ്പി ട്രേസർ എന്നുള്ള ഈ ഒരു ആപ്പാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ അതിന്റെ ഓരോ കൺസ്ട്രക്ഷൻസും തരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിന്റെ എങ്ങനെയാണ് വേർക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ. നമുക്ക് ആവശ്യമുള്ള എത്ര വീഡിയോസ് അല്ലെങ്കിൽ എത്ര ഫോട്ടോസ് നമുക്ക് ഗൂഗിളിൽ നിന്ന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്ത് വെക്കുക, നമ്മുടെ ഗാലറിയിലോട്ട് ആക്കി വെക്കുക. എന്നിട്ട് ഗാലറിയിൽ നിന്ന് ഏത് പിക്ചറാണോ നമുക്ക് പ്രിന്റ് എടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്യേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പൊ ഈ ഒരു പിക്ചറാണ് ഞാൻ ഇന്ന് ട്രേസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് വെച്ചാൽ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് സൂം ചെയ്ത് വരും. എത്ര അളവിലാണ് എത്ര വലുപ്പമാണ് വേണ്ടത് വെച്ചാൽ നമ്മൾ സൂം ചെയ്ത് കൊടുക്കുക. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബട്ടർ പേപ്പറാണ് നമ്മൾ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ക്ലോത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ബട്ടർ പേപ്പറിലാവുമ്പോൾ നമുക്ക് പിക്ചർ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എത്രയാണോ പിക്ചറിന്റെ അളവ് സൂം ചെയ്യേണ്ടത് വെച്ചാൽ കറക്റ്റ് ആയിട്ട് സൂം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുണ്ടാവും ലോക്ക് ബട്ടൺ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഈ ലോക്ക് ചെയ്താല് നമുക്ക് ഈ ഒരു പിക്ചർ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കുമ്പോഴൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും പോവില്ല കേട്ടോ. അപ്പൊ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോക്ക് ചെയ്ത പിക്ചർ നമുക്ക് എന്ത് ചെയ്യാം, ബട്ടർ പേപ്പറിന് അതിന്റെ മുകളിൽ വെക്കുമ്പോൾ അതേപോലെ തെളിഞ്ഞു കാണും അല്ലെ. അപ്പൊ അതിന്റെ മുകളിലൂടെ എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. സൂം ചെയ്തത് വരച്ചു തുടങ്ങിയാൽ പിന്നെ സൂമിങ് മാറ്റാൻ പാടില്ല. സ്ഥാനങ്ങളെ നമ്മൾ മാറ്റാൻ പാടുള്ളൂ. പൊസിഷൻസ് മാത്രം മാറ്റുക എന്നല്ലാതെ, അല്ലെങ്കിൽ പലതും പല വിധത്തിലാണ് വരിക, പല വലുപ്പത്തിൽ വരും. അപ്പോൾ സൂം ചെയ്ത് കറക്റ്റ് ആ സൂമിൽ തന്നെ നമുക്ക് എല്ലാ പിക്ചേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ പിക്ചേഴ്സ് ഏകദേശം ഈ ഒരു സൂം ചെയ്ത ഭാഗത്തെല്ലാം ട്രേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള ഭാഗത്ത് പിക്ചർ, ബാക്കിയുള്ള പിക്ചർ വരക്കണം അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വോളിയം കൂട്ടണം കുറക്കണം ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ലോക്ക് ഓപ്പൺ ചെയ്തു. പിന്നെ നമുക്ക് വേണ്ട ഭാഗത്തോട്ട്, അതായത് ഇതിന്റെ ബാലൻസ് ആയിട്ട് വരുന്നത് നമ്മൾ വരച്ചത് അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ആണോ, കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വെച്ചത് അത് അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ആണോ, കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ബാലൻസ് വരക്കുക.
നമ്മുടെ ഈ ഒരു ബട്ടർ പേപ്പർ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിയാലും പ്രശ്നമല്ല. നമുക്ക് കറക്റ്റ് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുക, വരച്ചത് ഇതിന്റെ മുകളിൽ തന്നെ കറക്റ്റ് ആയിട്ട് വെച്ചാൽ നമുക്ക് എന്താ ചെയ്യുക, ബാലൻസ് ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ ബാലൻസ് വരക്കാൻ വേണ്ടിയിട്ട് പ്രസ് ബട്ടൺ അമർത്തുക. ലോക്ക് തുറന്നിട്ടുണ്ട്. ഈ ഒരു പൂവും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്ട് ലോക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാലൻസ് കണ്ടോ കറക്റ്റായിട്ട് അവിടെ തന്നെ വെക്കണം കേട്ടോ. കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ അതിന്റെ ബാലൻസ് പിക്ചർ വരക്കുക. കണ്ടോ? അപ്പൊ നമുക്ക് ആ ഒരു പിക്ചറിൽ ചെറിയൊരു പിക്ചറിനെ നമുക്ക് എത്രയാണോ സൂം ചെയ്ത് വരേണ്ടത്, എത്ര വലുപ്പത്തിലാണോ നമുക്ക് ആ പിക്ചർ ആവശ്യമുള്ളത്, ആ പിക്ചർ ഇതേപോലെ നമുക്ക് ബട്ടർ പേപ്പറിൽ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇനി തുണിയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് യെല്ലോ കാർബൺ വെച്ചിട്ട് തുണിയിലോട്ട് ട്രേസ് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, തുണിയിലോട്ട് ഒരുപാട് പിക്ചേഴ്സ് ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേപ്പർ കോപ്പി ട്രേസർ എന്നുള്ള ആപ്പ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തുക. ഇതിന് താഴെ കമന്റുകൾ എല്ലാവരും രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.